ആകാശവാണി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാഷ്ട്രനിർമ്മാണത്തിൽ അഭൂതപൂർവമായ സംഭാവനകൾ നൽകിയ ദേശീയ നേതാക്കളിൽ ഒരാളായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമാണ് ഒക്ടോബർ 31. അഭിമാനപൂരിതമായ ഈ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ രാജ്യമെമ്പാടും സർദാർ പട്ടേലിന്റെ ദർശനങ്ങൾ, ധീരത, ഐക്യത്തിനുള്ള ആഹ്വാനം എന്നിവ ആഘോഷിക്കാനും ആദരിക്കാനും തയ്യാറെടുത്തിരിക്കുകയാണ്. ഇന്ത്യ എക്കാലവും ഐക്യത്തോടെയും സ്വയം പര്യാപ്തതയോടെയും നിലകൊള്ളണമെന്ന സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേലിന്റെ 150ാം ജന്മവാർഷികമാണ് ഇത്. ഇന്ന് ഈ പ്രത്യേക പരിപാടിയിലൂടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ജീവിതത്തിനും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിനും ആദരമർപ്പിക്കുന്നു. ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാദിൽ ജനിച്ച സർദാർ വല്ലഭായ് പട്ടേൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ഐക്യത്തിന് അടിസ്ഥാന ശില പാകിയ വ്യക്തി കൂടിയായിരുന്നു. ഒരു സാധാരണ പൌരൻ എന്ന നിലയിൽ നിന്ന് ഉയർന്നുവന്ന് അഭിഭാഷകനായും ദേശീയ നേതാവായും ഒടുവിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയുമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയവും നേതൃപാടവവും 560-ലധികം നാട്ടുരാജ്യങ്ങൾ ഒരു മഹത്തായ രാഷ്ട്രമായി സംയോജിപ്പിക്കാൻ സഹായിച്ചു. ഖേഡ, ബർദോളി പ്രസ്ഥാനങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സ്നേഹവും ആദരവും നേടി. ജനങ്ങൾ അദ്ദേഹത്തെ നേതാവ് എന്നർത്ഥം വരുന്ന സർദാർ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ ആരിലും ബഹുമാനം ജനിപ്പിക്കും വിധത്തിലുള്ള ശക്തമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന സർദാർ പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേര് തികച്ചും അർത്ഥപൂർണമാണെന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. സർദാർ പട്ടേലിന്റെ വാക്കുകളിലേക്ക്. And ultimately we would, I am sure, be faced with problems much more complicated and disturbing than those which immediately demand solution. This is hardly the time to apportion blame. Let us not therefore concentrate on mutual fault finding, but on mutual assistance, so that we can each one of us lend our hand to the speedy solution of the vast problems which an evacuation virtually amounting to mass exchange of population entails. The bitterness of sufferings, the sorrow of losses, the despair of quick results, and the distress at the seemingly slow pace of progress would be submerged by the overriding need of concerted action. We can take account of these later. Let us get on with the job in the hope that we will do it well, and the faith that despite the shock which the whole organization has received from the recent disturbances, we shall acquit ourselves creditably in one of the great rescue projects of history. Jai Hind. ഐക്യമില്ലാത്ത മനുഷ്യശക്തി ഒരു ശക്തിയല്ലെന്നും സമൂഹം ശരിയായ രീതിയിൽ ഏകീകരിക്കപ്പെടേണ്ടതുണ്ടെന്നും സർദാർ പട്ടേൽ വിശ്വസിച്ചിരുന്നു. ഇന്ത്യയ്ക്കു വേണ്ടി അദ്ദേഹം എടുത്ത ഓരോ തീരുമാനങ്ങളിലും ഈ വിശ്വാസം പ്രതിഫലിച്ചു. സർദാർ പട്ടേലിന്റെ ശ്രദ്ധേയമായ സംഭാവനകളെ ആദരിക്കുന്നതിനായി ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് അഥവാ ദേശീയ ഐക്യദിനമായി ആഘോഷിക്കുകയാണ്. മാതൃരാജ്യത്തിന്റെ ശക്തിയുടെയും ഒരുമയുടെയും പ്രതീകമായി റൺ ഫോർ യൂണിറ്റി ക്യാമ്പയിനും ഈ ദിവസം നടക്കും. റൺ ഫോർ യൂണിറ്റിയിൽ പങ്കുചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമെമ്പാടുമുള്ള ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സർദാർ പട്ടേൽ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. ഇന്ത്യയുടെ ഭരണനിർവഹണ സംവിധാനത്തിന് ശക്തമായ അടിത്തറ പാകിയ സർദാർ പട്ടേൽ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമാനതകളില്ലാത്ത ശ്രമങ്ങൾ നടത്തിയതായി ശ്രീ മോദി പറഞ്ഞു. सरदार पटेल जी की 150वीं जयंती का दिन पूरे देश के लिए एक बहुत विशेष अवसर है. सरदार पटेल आधुनिक काल में राष्ट्र की सबसे महान विभूतियों में से एक रहे हैं. उनके विराट व्यक्तित्व में अनेक गुण एक साथ समाहित थे. वे एक अत्यंत प्रतिभाशाली छात्र रहे. उन्होंने भारत और ब्रिटेन दोनों ही जगह पढ़ाई में बेहतरीन प्रदर्शन किया. वे अपने समय के सबसे सफल वकीलों में से भी एक थे. वो वकालत में
और नाम कमा सकते थे, लेकिन गांधी जी से प्रेरित होकर उन्होंने खुद को स्वतंत्रता आंदोलन में पूरी तरह समर्पित कर दिया। खेड़ा सत्याग्रह से लेकर बोरसद सत्याग्रह तक अनेक आंदोलनों में उनके योगदान को आज भी याद किया जाता है। अहमदाबाद म्युनिसिपैलिटी के प्रमुख के रूप में उनका कार्यकाल भी ऐतिहासिक रहा था। उन्होंने स्वच्छता और सुशासन को सर्वोच्च प्राथमिकता दी। उप प्रधानमंत्री और गृह मंत्री के रूप में उनके योगदान के लिए हम सभी सदैव उनके ऋणी रहेंगे। साथियों, सरदार पटेल ने भारत के ब्यूरोक्रेटिक फ्रेमवर्क की एक मजबूत नींव भी रखी। देश की एकता और अखंडता के लिए उन्होंने अद्वितीय प्रयास किए। मेरा आप सबसे आग्रह है, 31 अक्टूबर को सरदार साहब की जयंती देश भर में होने वाली रन फॉर यूनिटी में आप भी जरूर शामिल हो, और अकेले नहीं, सबको साथ लेकर के शामिल हो। एक प्रकार से युवा चेतना का ये अवसर बनना चाहिए। एकता की दौड़ एकता को मजबूती देगी। ये उस महान विभूति के प्रति हमारी सच्ची श्रद्धांजलि है, जिन्होंने भारत को एकता के सूत्र में पिरोया था। ഇന്ത്യയുടെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ദേശീയ സൗഹാർദ്ദത്തിന്റെയും പ്രതീകമാണ് രാഷ്ട്രീയ ഏകതാ ദിനാചരണം. സർദാർ പട്ടേലിന്റെ 150ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തെ രാഷ്ട്രീയ ഏകതാ ദിനത്തിന് സവിശേഷ പ്രാധാന്യവുമുണ്ട്. പല തലങ്ങളിൽ അതുല്യമായ ദിനാഘോഷങ്ങൾ ഈ വർഷത്തെ ദിനാചരണത്തിന് ഓർമ്മകളിൽ പ്രത്യേക ഇടം നൽകും. രാഷ്ട്രീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ ഏകതാ നഗറിൽ പ്രൗഢമായ പരേഡും സാംസ്കാരികോത്സവവും സംഘടിപ്പിക്കും. സത്പുര, വിന്ധ്യാചൽ പർവ്വത നിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഏകതാ നഗർ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക സമ്പന്നതയും സമന്വയിപ്പിച്ച് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നു. കേന്ദ്ര സായുധ പോലീസ് സേനകളുടെയും സംസ്ഥാന പോലീസ് സേനകളുടെയും കഴിവുകളും കർമ്മശേഷിയും ധീരതയും പ്രദർശിപ്പിക്കുന്നതായിരിക്കും ഏകതാ നഗറിലെ പരേഡ്. അതിർത്തി സുരക്ഷാ സേന, കേന്ദ്ര റിസർവ് പോലീസ് സേന, കേന്ദ്ര ഔദ്യോഗിക സുരക്ഷാ സേന, ഇൻഡോ ടിബറ്റൻ അതിർത്തി പോലീസ്, സശസ്ത്ര സീമാ ബൽ എന്നിവയിലെ സംഘങ്ങൾക്കൊപ്പം അസം, ത്രിപുര, ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, ജമ്മുകശ്മീർ, കേരളം, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളും എൻസിസിയും ഈ വർഷത്തെ ദേശീയ ഏകതാ ദിന പരേഡിൽ അണിനിരക്കുന്നുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സേനാംഗങ്ങളുടെയും പങ്കാളിത്തവും ഇത്തവണത്തെ പരേഡിന്റെ സവിശേഷതയാണ്. പ്രധാനമന്ത്രിക്ക് നൽകുന്ന ഗാർഡ് ഓഫ് ഓണറിന് വനിതാ ഉദ്യോഗസ്ഥയാണ് നേതൃത്വം നൽകുന്നത്. CISF, CRPF വിഭാഗങ്ങളിലെ വനിതാ ഉദ്യോഗസ്ഥർ നടത്തുന്ന ആയോധന കലകളും നിരായുധ പരിശീലനങ്ങളും പരേഡിലുണ്ടാകും. ഇത്തരമൊരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് കേരള പോലീസിൽ നിന്നും പരേഡിൽ പങ്കെടുക്കുന്ന ഡെപ്യൂട്ടി കമാൻഡന്റ് സുരേഷ് പറയുന്നു. ഗുജറാത്തിലെ കേവാഡിയയിൽ ഏകതാ പ്രതിമയ്ക്കു സമീപം വെച്ച് നടക്കുന്ന രാഷ്ട്രീയ ഏകതാ പരേഡിൽ കേരള ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ബഹുമാന്യായ ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിവാദ്യം സ്വീകരിക്കുന്ന ചടങ്ങിൽ 5 സെൻട്രൽ പോലീസ് ഫോഴ്സുകളും 10 സംസ്ഥാന പോലീസ് സേനകളും ഒരു NCC ടീമും അടക്കം ആകെ 16 കണ്ടിജന്റുകളാണ് അണിനിരക്കുന്നത്. 40 ദിവസത്തോളം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നൽകിയ കഠിന പരിശീലനത്തിനു ശേഷമാണ് കേരള പോലീസ് പരേഡിനായി തയ്യാറെടുക്കുന്നത്. 144 പേരടങ്ങുന്ന കേരള കണ്ടിജന്റിനെ നയിക്കുന്നത് പുനലൂർ ASP ഡോക്ടർ O അപർണ IPS അവറുകളാണ്. ഇത്തവണത്തെ പരേഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ കണ്ടിജന്റിനെയും നയിക്കുന്നത് വനിതകളാണ്. കേരളത്തിൽ നിന്നുള്ള NCC കേഡറ്റുകളും പരേഡിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ നന്ദിയും സന്തോഷവും പങ്കുവച്ചു. ഈ വർഷത്തെ പരേഡിൽ BSF സേനയിലെ തദ്ദേശീയ നായകളുടെ പ്രത്യേക മാർച്ചിംഗ് സംഘം, ഗുജറാത്ത് പോലീസിന്റെ കുതിരപ്പട, അസം പോലീസിന്റെ മോട്ടോർ സൈക്കിൾ ഡെയർ ഡെവിൾ ഷോ, BSFന്റെ ഒട്ടക സംഘവും ബാൻഡും പ്രധാന ആകർഷണങ്ങളാണ്. കൂടാതെ രാംപൂർ ഹൌണ്ട്സ്, മുദ്ധോൾ ഹൌണ്ട്സ് തുടങ്ങിയ തദ്ദേശീയ നായകളുടെ കഴിവുകളും പ്രദർശിപ്പിക്കും. BSF ദൌത്യങ്ങളിൽ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കാര്യമായ സംഭാവന നൽകുന്ന ഈ നായ ഇനങ്ങൾ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ്. അടുത്തിടെ നടന്ന പോലീസ് നായകളുടെ അഖിലേന്ത്യാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ റിയ എന്ന മുദ്ധോൾ ഹൌണ്ട് ഈ വർഷത്തെ പരേഡിൽ ഡോഗ് സ്ക്വാഡിന് നേതൃത്വം നൽകും. NCC കേഡറ്റുകളും സ്കൂൾ ബാൻഡുകളും അവരുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങളിലൂടെ ചടങ്ങിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കും. അച്ചടക്കവും ആവേശവും കാഴ്ചവെക്കുന്ന യുവ NCC കേഡറ്റുകൾ
ഐക്യമാണ് ശക്തി എന്ന സന്ദേശം കൈമാറും. പരേഡിന് മിഴിവേകാൻ ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ സംഘത്തിന്റെ മനോഹര വ്യോമാഭ്യാസ പ്രകടനവും ഉണ്ടാകും. നാനാത്വത്തിൽ ഏകത്വമെന്ന സന്ദേശവുമായി സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും സജ്ജീകരിച്ച നിശ്ചല ദൃശ്യങ്ങളും പരേഡിന്റെ ഭാഗമാകും. സിആർപിഎഫിലെ 5 ശൌര്യചക്ര പുരസ്കാര ജേതാക്കളും ബിഎസ്എഫിലെ 16 ധീരതാ മെഡൽ ജേതാക്കളും പരേഡിൽ പങ്കെടുക്കും. ഝാർഖണ്ഡിലെ നക്സൽ വിരുദ്ധ ദൌത്യങ്ങളിലും ജമ്മുകശ്മീരിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും അസാധാരണ ധീരത പ്രകടിപ്പിച്ചവരാണ് ഇവർ. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യവേളയിലും ബിഎസ്എഫ് ഉദ്യോഗസ്ഥർ അതുല്യമായ വീര്യവും ധീരതയുമാണ് കാഴ്ചവെച്ചത്. പരേഡിനൊപ്പം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ 900 കലാകാരന്മാർ നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കും. ഇത്തവണത്തെ ദേശീയ ഏകതാ ദിനാഘോഷം രാജ്യത്തുടനീളമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുമെന്ന് ബിഎസ്എഫ് ഡയറക്ടർ जनरल दलजीत सिंह चौधरी പറഞ്ഞു. ये दिन भारत की एकता, अखंडता और राष्ट्रीय एकजुटता का प्रतीक है. इस वर्ष का आयोजन अत्यधिक विशेष है क्योंकि हम सरदार वल्लभ भाई पटेल की 150वीं जन्म जयंती मना रहे हैं. सरदार पटेल भारत के प्रथम उप प्रधानमंत्री और गृह मंत्री रहे. उन्होंने स्वतंत्रता के बाद 562 रियासतों को एकजुट कर आधुनिक भारत की नींव रखी. इसी कारण उन्हें राष्ट्र की एकता का शिल्पकार और लौह पुरुष कहा जाता है. നവംബർ 1 മുതൽ 15 വരെ ഭാരത് പർവ് എന്ന പരിപാടിക്കും ഏകതാ നഗർ ആതിഥേയത്വം വഹിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക പരിപാടികളും ഭക്ഷ്യമേളയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. രാജ്യത്തെ ഗോത്ര സമൂഹങ്ങളുടെ മഹത്തായ സംസ്കാരത്തെയും ചെറുത്തുനിൽപ്പിന്റെ കരുത്താർന്ന മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്ന മേള നവംബർ 15 ഭഗവാൻ ബിർസ മുണ്ട ജയന്തി ആഘോഷത്തോടെ സമാപിക്കും. സർദാർ പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 31 കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുടനീളം ഏകതാ മാർച്ച് നടത്തുമെന്ന് മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യമെമ്പാടും വരുന്ന 2 മാസക്കാലം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിലൂടെ ഐക്യഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക് യുവജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ഉദ്ദേശിച്ചാണ് മേരാ യുവഭാരത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 മുതൽ നവംബർ 25 വരെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും പദയാത്രകൾ, യൂണിറ്റി മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സന്ദേശവുമായി സർദാർ പട്ടേലിന്റെ ചിന്തകൾ യുവ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പദയാത്രകളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഐക്യമെന്നത് ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നതിനൊപ്പം രാഷ്ട്രത്തിനായി ഒരുമിച്ച് മുന്നേറുക എന്നതുകൂടിയാണ് അർത്ഥമാക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ആശയത്തിന്റെ പ്രതീകമാണ് തലമുറകൾക്ക് പ്രചോദനമായി ഗുജറാത്തിലെ നർമ്മദ നദിയുടെ തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന ഏകതാ പ്രതിമ. ദേശീയ ഐക്യം, സൗഹാർദ്ദം, രാജ്യസ്നേഹം എന്നീ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടാനും അവ പിന്തുടരാൻ രാജ്യത്തെ പൌരന്മാരെ പ്രേരിപ്പിക്കാനുമാണ് രാഷ്ട്രീയ ഏകതാ ദിനാഘോഷങ്ങൾ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പൌരന്മാർക്ക് ഈ മഹത്തായ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുത്ത് ദിനാചരണത്തിന്റെ ഭാഗമാകാം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ. അവതരണം സോഫിയ ഡാനിയൽ.